മനസ്സോർക്കുമ്പോൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ചെങ്ങന്നൂർ ഗവൺമെന്റ് ITIയിലെ റിട്ടയർഡ് ലെക്ചറായ TA തോമസ് കുട്ടി അവരുടെ ഭാര്യ സുമോൾ തോമസ് ആണ്. തന്നെ ഇന്ന് നമുക്ക് ലഭിച്ചത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇനി തന്റെ നാവിൽ തന്നെ തന്റെ സാക്ഷ്യം നമുക്ക് കേൾക്കാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ വിളിച്ചു, വേർതിരിച്ചു, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ദൈവനെ എടുത്ത് ഉപയോഗിക്കുന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം. ചെറുപ്പകാലം തൊട്ടേ ദൈവത്തോടൊരു ഭക്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരു യാക്കോബായ സമുദായത്തിൽ ജനിച്ചു വളരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പിന്നത്തേതിലോ എനിക്ക് തക്കതായൊരു തുണയെ ദൈവം ഒരുക്കി തന്നു. 17ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ വിവാഹം നടക്കുവാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം ഞാൻ പലവിധമായ ഘട്ടങ്ങളിലെ ഭാരങ്ങൾ പ്രയാസങ്ങളിലൊക്കെയും ജീവിതത്തിൽ കടന്നു പോകുവാൻ ദൈവം ഇടയാക്കി. 3 കുഞ്ഞുങ്ങളെ മാതാവായിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവൻ ഒരു വശം തളർന്നു പോകാൻ കർത്താവ് ഇടയാക്കിയെങ്കിലും കർത്താവ് അവിടെ ഇറങ്ങി വന്ന് സൗഖ്യം കൊടുത്ത് ലാസ്റ്റിൽ ജോലി ചെയ്ത് പെൻഷൻ വാങ്ങുവാൻ വരെ ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നു എന്നുള്ളതാണ്. എത്ര വയസ്സുണ്ടായിരുന്നു? അതെനിക്ക് 22 വയസ്സ് പ്രായമേ ഉള്ളൂ. 3 കുഞ്ഞുങ്ങളുടെ അമ്മയും. താമസിച്ചാൻ എത്ര വയസ്സുണ്ട്? അന്ന് ചേച്ചിക്ക് 28 വയസ്സ് പ്രായമുണ്ട്. ദൈവം അത്രത്തോളം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചു എന്ന് വേണം പറയുവാൻ. അതിനുശേഷം പിന്നെ ഏതാണ്ട് 91 എൻ്റെ ശരീരത്ത് ക്യാൻസർ ബാധിക്കുവാൻ ഇടയായി തീർന്നു. അതെൻ്റെ ബ്ലാഡറിനകത്താണ് ഉണ്ടായത്. എന്നാൽ 99 വരെയും ക്യാൻസർ ആണെന്ന് അറിയാതെ പല ചികിത്സകളും നടത്തി 99 അമേരിക്കയുടെ പ്രദേശങ്ങളുടെ പ്രസവം എടുക്കുവാനായിട്ട് ഞാൻ കടന്നുപോയി. അവിടെ സുമോളുടെ ജീവിതത്തില് യേശുവിനെ കണ്ടുമുട്ടിയത് എങ്ങനെയാ? യേശുവിനെ കണ്ടുമുട്ടിയത് ഞാൻ PG വർഗീസിന്റെ പ്രസംഗം ഇവിടെ കുറ്റൂർ നടക്കുന്നതായ സമയത്ത്. അതെപ്പോഴായിരുന്നു? അത് 88 ആ സമയത്ത് പ്രസംഗം കേട്ട് ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി. അതിനുശേഷം 92 സ്നാനപ്പെടുവാൻ കർത്താവ് ഭാഗ്യം തന്നു. അപ്പൊ വീട്ടിലെ അന്തരീക്ഷമൊക്കെ വീട്ടിലെ ആരാധനയ്ക്ക് പുറത്തു വിടുകയോ ആരാധിപ്പാൻ സ്വാതന്ത്ര്യമോ എനിക്കില്ലായിരുന്നു. ഞരങ്ങിക്കൊണ്ട് വീടിനകത്തിരുന്ന് വളരെ വേദനയോടെ പ്രാർത്ഥിച്ച ദിവസങ്ങളായിരുന്നു. എന്നാൽ 98 പിതാവ് അനുവാദം തരികയും. ആരായിരുന്നു ഇതിന്? പിതാവ് രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നിട്ട് പറഞ്ഞാൽ ഹസ്ബൻഡിന്റെ പിതാവ് രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നിട്ടില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് രക്ഷിക്കപ്പെടുവാൻ കർത്താവ് ഭാഗ്യം തന്നത്. അതിനുശേഷം ഒന്നിച്ചാണ് സ്നാനപ്പെടുവാനും ഭാഗ്യം തന്നത്. എന്നാൽ പിതാവ് അനുവാദം തരാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ അറിയാതെ 6 വർഷത്തോളം ഞങ്ങൾ ആരാധനയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ പിതാവ് അറിയാതെ പോയി. 98 സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ആഗ്രഹം. അതെ 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 സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിക്കണമെന്നും ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നും എന്നേക്കും അവൻ ജീവിക്കുന്നവനെന്നും മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ പോകാവുന്ന ഇടങ്ങളിലൊക്കെ അറിയാതെ ആരാധനയ്ക്കായിട്ട് കടന്നുപോയി. എന്നാൽ ദൈവം ഞങ്ങളെ സ്നേഹിച്ചു. 99 ഞാനൊരു രോഗിയായിരുന്ന സമയത്തും ദൈവമേ എന്റെ രോഗം എങ്ങനെയാ, അതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ? രോഗം 91 തൊട്ട് ശരീരത്തിന് യൂറിനറി ബ്ലാഡറിലായിരുന്നു ഉണ്ടായത്. യൂറിനകത്തൂടെ ബ്ലഡ് പോകുമായിരുന്നു. എത്ര നാൾ അങ്ങനെ പോകും? അങ്ങനെ ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം ബ്ലഡ് ഇങ്ങനെ യൂറിനകത്ത് പോകും. എവിടെങ്കിലുമൊക്കെ കൊണ്ട് കാണിക്കും. അന്നേരം അതങ്ങ് മാറും. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. 99 മകൾക്ക് 3 കുഞ്ഞുങ്ങള് ഒരു പ്രസവത്തിൽ അമേരിക്കയുടെ പ്രദേശം. അത് പ്രസവം എടുക്കാനായിട്ട് ഞാൻ അവിടേക്ക് കടന്നു പോയപ്പോൾ അവിടെ വെച്ചാണ് എൻ്റെ രോഗം കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം ഇവിടെ വന്ന് എന്താന്ന് കണ്ടുപിടിച്ചു? ബ്ലാഡറിനകത്ത് ഗ്രോത്ത് ആണെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം ഇവിടെ വന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് വിധേയായി. അതിനുശേഷം 2.25 വർഷം കുഴപ്പമൊന്നുമില്ലായിരുന്നു. വീണ്ടും ഓപ്പറേഷന് വിധേയായി. അതോടൊപ്പം തന്നെ എൻ്റെ യൂട്രസിൽ 4 കിലോയുടെ മുഴയായിരുന്നു. അതും എടുത്ത് കളയേണ്ടി വന്നു. എന്താ ക്യാൻസർ ആയിരുന്നു? യൂട്രസിൽ മുഴ പിടിച്ചുവെങ്കിൽ അത് ക്യാൻസറായി മാറിയില്ല. എന്നാൽ ബ്ലാഡറിലേത് ക്യാൻസർ ആയിരുന്നു. 2ാമത്തെ സ്റ്റേജ് കഴിഞ്ഞു പോയതായിരുന്നു. 4 യൂട്രസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ആ നാളുകളിൽ ഈ ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ച
ആ കാലയളവിൽ സുമോളുടെ മാനസികാവസ്ഥയൊക്കെ എങ്ങനെയായിരുന്നു? ആ കാലയളവിലൊക്കെയും ഏതാണ്ട് ഒരു 6 മാസത്തോളം ക്യാൻസർ ആണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവനും കുഞ്ഞുങ്ങളും എന്നെ അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് അത്രത്തോളം ഭാരം തോന്നില്ല. എന്നാൽ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ദൈവഭാഗത്തായിരുന്നത് കൊണ്ട് ദൈവം എനിക്ക് ഒന്നും വരുത്തത്തില്ല എന്നുള്ള ഒരു ബലവും ധൈര്യവും ദൈവം എനിക്ക് തന്നിരുന്നത്, ആ ഒരു വിശ്വാസം ദൈവം എനിക്ക് തന്നിരുന്നു. ആ വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് നിൽപ്പാൻ തക്കവണ്ണം ഇടയായി. ആ ദിവസങ്ങളിലൊക്കെ ആ അനുഭവങ്ങളൊന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളെ കേൾക്കുന്ന അനേകർ ഇന്ന് ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരാ. അപ്പോൾ ഏത് രോഗം വന്നാലും ആ രോഗത്തെ സൗഖ്യമാക്കുന്നവനായ വലിയവനായ കർത്താവ് നമ്മെ സൗഖ്യമാക്കുവാൻ ശക്തനെന്ന് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഈ ക്യാൻസർ എന്ന രോഗത്തിന്റെ പേര് മാറ്റിക്കൊണ്ട് അവന്റെ ആണിപ്പഴുതുള്ള കരം കണ്ട് ഞാൻ സൗഖ്യമാകുവാൻ ദൈവം ഭാഗ്യം തന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയൊരു ആണിപ്പഴുതുള്ള കരം എന്നെ കർത്താവ് കാണിച്ചു. അങ്ങനെയാണ് ഞാൻ സൗഖ്യമാകുവാൻ ഇടയായി തീർന്നത്. ഏത് സമയത്തായിരുന്നത്? അതിന്റെ യൂട്രസ് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അധിപതി ഇങ്ങനെ കാണിച്ചത്. രാത്രിയായിരുന്നു? പകൽ സമയമാണ്. അപ്പൊ ശരിക്കും ഉറങ്ങുകയല്ലായിരുന്നു? അല്ലല്ല, പ്രാർത്ഥനയിലാണ് കാണിച്ചത്. വെളിപ്പാടാ കാണിച്ചത്. അങ്ങനെ എന്തെങ്കിലും ശബ്ദം കേട്ടോ? ശബ്ദം കാണിച്ചില്ല. കരം ഇങ്ങനെ ഉയർത്തി കാണിച്ചു. ആണിപ്പഴുതുള്ള കരങ്ങൾ, വലിയൊരു ആണിപ്പഴുതോടെ കരം കാണിച്ചു. ആ സമയം മുതൽ എനിക്ക് ശരീരത്തിന് സൗഖ്യമായി. അങ്ങനെ വിടുതലായി, ശരീരത്തിൽ അനുഭവിച്ചു. അങ്ങനെയാണ് ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇന്നും ജീവിക്കുന്ന ഒരു യേശുവുണ്ട്. സ്തോത്രം. ഹൃദയം നുറുങ്ങി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, ആവശ്യങ്ങളുടെ മധ്യത്തിൽ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആര് തന്നെ ആയാലും അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു കർത്താവാണ്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും. നാം സുമോള് പറയുന്നത് കേട്ടു. തന്റെ ജീവിതത്തിൽ യേശു തന്നെ വിടുവിക്കും എന്നൊരു തനിക്ക് വലിയൊരു ഉറപ്പും ധൈര്യവും വിശ്വാസവും ഉണ്ടായിരുന്നു എന്ന്. ആ വിശ്വാസത്തിന്റെ പുറത്താണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. താൻ പറഞ്ഞു ബ്ലാഡർ ഗ്രോത്ത് ആയി, പിന്നെ യൂട്രസിൽ ഗ്രോത്ത് ആയി. ഇതിന്റെ എല്ലാം മധ്യത്തിൽ തന്നെ പിടിച്ചു നിർത്തിയ ശക്തി കർത്താവിലുള്ള അചഞ്ചലമായ തന്റെ വിശ്വാസമായിരുന്നു. ഞങ്ങളെ കേൾക്കുന്ന അനേകർ ഇതുപോലെ ഡോക്ടർമാർ ഡയഗ്നൈസ് ചെയ്ത് മുഴയാണെന്നും അത് ക്യാൻസറസ് ആണെന്നും ഒക്കെ പറഞ്ഞ് വേദനിച്ചിരിക്കുന്ന പലരും ഞങ്ങളെ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ആശയ്ക്ക് വഴിയുണ്ട്. ആ ഡോക്ടേഴ്സ് ആ വിധിയെ നള്ളിഫൈ ചെയ്തുകൊണ്ട്, അതിനെ മാറ്റിയിട്ടുകൊണ്ട് ഉയരത്തിലെ ജീവിക്കുന്ന കർത്താവിനെ നിങ്ങൾക്കൊന്ന് മുറുകെ പിടിക്കാൻ കഴിയുമോ? എന്റെ യേശുവേ, ഈ സുമോൾക്ക് വിടുതൽ കൊടുത്ത ആ കരം, ആ ആണിപ്പതേറ്റ കരം എന്റെ പേരിൽ നീട്ടണമേ കർത്താവേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അങ്ങനെ വിശ്വാസത്തോടെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമെങ്കിൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു കർത്താവാണ്. തനിക്ക് മുഖപക്ഷമില്ല. ഒരു സുമോൾക്ക് സൗഖ്യം കൊടുക്കുവാൻ കഴിയുള്ള കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം തരുവാൻ ഇന്ന് കാത്തിരിക്കുക. ആ കർത്താവിലേക്ക് നിങ്ങളെ തന്നെ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കൂ. നിശ്ചയമായും അവൻ പ്രവർത്തിക്കും. അങ്ങനെ ദൈവം എനിക്ക് പരിപൂർണമായൊരു സൗഖ്യം തരുവാൻ ദൈവം കൃപ ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു ചെക്കപ്പിന് വേണ്ടി ഒന്ന് പോയതായ സമയത്ത് ഞങ്ങൾ ഒരു ലോഡ്ജിൽ ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരുന്നു. രാത്രി വളരെ ശക്തമായി ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്ന സമയത്ത് ഞാനൊരു ദർശനം കാണുവാൻ ഇടയായി തീർന്നു. ആ ദർശനം എൻ്റെ കയ്യിൽ, ഞാൻ വെള്ളസാരി ഉടുത്ത് മൈക്കിന്റെ മുമ്പിൽ നിൽക്കുന്നതും ഒരു പുരോഹിതനെ പോലാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വിശ്വസിക്കുന്നത് അത് ദൈവദൂതൻ തന്നെയാണെന്ന്. എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന ബൈബിൾ കൊണ്ട് തന്നിട്ട് ഉൽപ്പത്തി തൊട്ട് പുറപ്പാട് തൊട്ട് പഠിച്ചോളാൻ പറയുന്നൊരു ഭാഗമാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരുവല്ലായിൽ വന്ന് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ പ്രദേശത്തു നിന്ന് കടന്നു വന്ന് കർത്താവിൻ്റെ വയലിലായിരിക്കുന്ന ഒരു അപ്പച്ചനും അമ്മച്ചിയും, അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച് ഞങ്ങളുടെ വീട് തപ്പി വരുവാനിടയായി തീർന്നു. അവരോട് കർത്താവിനെ ചേർത്തിണക്കി അനേക ഇടങ്ങളിൽ 6 മാസക്കാലം ഇന്റർനാഷണൽ പ്രയർ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുവാനും സാക്ഷ്യം പറയുവാനും ഒക്കെ കർത്താവ് അനേക സ്ഥലങ്ങളിൽ പോയി യേശു ചെയ്തത് സാക്ഷിച്ചു. അങ്ങനെ ഒരു ഭാഗ്യം ദൈവം തന്നു. അതിനുശേഷം ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടു. നീ പാർക്കുന്നതിന്റെ കിഴക്കും കാഹളം മുതൽ അങ്ങനെ കിഴക്ക് ഭാഗത്തൊരു വീട്ടിൽ ഞങ്ങൾ 2-3 പേർ കൂടി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുവാൻ കൃപ ചെയ്തു. അത് 10-40-50 ആളുകളോട് വരുവാൻ തുടങ്ങി. വിടുതലുകൾ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ പാർക്കുന്നതിന്റെ പടിഞ്ഞാറ് വശത്ത് കാഹളം മുതലോ. അങ്ങനെ പടിഞ്ഞാറ് വശത്തൊരു വീട്ടിൽ മീറ്റിംഗ് നടന്നു.
അങ്ങനെ ഇരിക്കുമ്പോൾ തെക്ക് വശത്ത് കാഹളം ഊതുവാൻ വന്നു. തെക്ക് വശത്തൊരു റൂം ഒരാൾ വിട്ടു തന്നു. അവിടെ ഞങ്ങൾ മീറ്റിങ്ങുകൾ നടത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ദേശത്തുള്ള സഹോദരന്മാർ കടന്നു വന്നു. അവർക്കും വിടുതൽ പ്രാപിക്കണം. അങ്ങനെ വെള്ളിയാഴ്ച വൈകിട്ട് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങളൊരു മീറ്റിംഗ് തുടങ്ങുവാൻ ഇടയായിരുന്നു. ഇങ്ങനെ 4 സ്ഥലത്തായിട്ട് ആഴ്ചയിൽ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ആണ് ഞങ്ങളുടെ പിതാവ് ലോകത്തിൽ നിന്ന് മാറിപ്പോകാൻ ഇടയായി. മാറിപ്പോകുന്ന ആ പിതാവ് എതിരായിരുന്നു എന്ന് പറഞ്ഞു. താൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് യേശുവിന്റെ പൈതലായി തീർന്നു. ആ മരിക്കുന്നതായ ആ ദിവസം രാവിലെ ദൈവം എന്നോട് ഇടപെട്ടതനുസരിച്ച് ഞാൻ അടുക്ക ചെന്നിരുന്ന് സംസാരിക്കുകയും ആ സമയത്ത് ചൊല്ലിക്കൊടുത്ത് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. രക്ഷിക്കപ്പെട്ടാണ് അന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് മരിച്ചു പോയി. അവന് അവസരം കൊടുത്തു എന്നുള്ളതാണ് ദൈവം ചെയ്ത ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. അതിനുശേഷം ഒരാഴ്ചയൂടെ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ മീറ്റിംഗ് തുടങ്ങുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. ആ മീറ്റിംഗ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനൊരു സുവിശേഷം പഠിച്ചതൊന്നുമല്ല, എന്നാൽ കർത്താവ് എന്നാ ഇവിടെ കടന്നു ചെന്നാലും അവൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം ആത്മാവിൽ നിറച്ചുകൊണ്ട് എനിക്ക് തരികയും ഞാനിവിടെ അത് ജനത്തിന് വിളിച്ചു പറയുകയും അങ്ങനെ ക്രിസ്തുവിൻ്റെ ഒരു പത്രമായി മാറുവാൻ തക്കവണ്ണം ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് 4 കുഞ്ഞുങ്ങളാണ്. 2 കുഞ്ഞുങ്ങൾ അമേരിക്കയുടെ പ്രദേശത്ത് കുടുംബസ്ഥരായി കഴിയുന്നു. ഒരു മകള് ദുബൈയുടെ പ്രദേശത്താണ്. ഒരു കുടുംബം എന്നോടുകൂടി ഭവനത്തിലുണ്ട്. അവരെല്ലാവരും എല്ലാവരും രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും അതോടൊപ്പം ദൈവത്തിനുള്ളവരായി ജീവിപ്പാനും ദൈവം ഭാഗ്യം തന്നു. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അതോടൊപ്പം ഞങ്ങളുടെ മീറ്റിങ്ങില് അനേകരെ രക്ഷിക്കപ്പെടുത്തുവാൻ കർത്താവ് ഭാഗ്യം ചെയ്തു. അനേക ആളുകളെ സ്നാനക്കുളത്തിലേക്ക് നീക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നു. അതിനുശേഷം അവർക്ക് ഇഷ്ടമുള്ള സഭയോട് ഞങ്ങൾ ചേർത്തുകൊണ്ടിരിക്കുന്നു. സുമോളുടെ അസുഖത്തോടുള്ള ബന്ധത്തിലാണോ കുട്ടികളെല്ലാം വിശ്വാസത്തിൽ വരാൻ ഇടയായത്? എന്റെ അസുഖത്തോടുള്ള ബന്ധത്തിലല്ല. മൂത്ത കുട്ടിയാണ്, അമേരിക്കയുടെ പ്രദേശത്തുള്ള എൻ്റെ മൂത്ത മകളാണ് ആദ്യമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവൾക്ക് ഇടയാക്കിയത്. വചനം വായിച്ച് ദൈവം വചനത്തിൽ കൂടെ അവൾക്ക് ഇതാണ് സത്യമെന്ന് മനസ്സിലാകുകയും അവൾ 88 രക്ഷിക്കപ്പെട്ട് 89 സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുവാൻ തക്കവണ്ണം ദൈവം വഴിയൊരുക്കുകയും ചെയ്തു. ദൈവം പറയുന്നുണ്ടല്ലോ, നീ വിശ്വസിക്കാം, നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. അതെ അല്ലേ? അങ്ങനെ മകളിൽ കൂടാണ് ഞങ്ങൾ എല്ലാവരും കുടുംബത്തെ ദൈവം തൊട്ടത്. അതിനുശേഷമാണ് ഞങ്ങൾ കടന്നു വന്നു. ഓരോ മക്കളും വന്നു. 2ാമത്തെ പൈതലെ, 3ാമത്തേത്, 4ാമത്തേത് എല്ലാം ദർശനത്താൽ ദൈവം തന്ന കുഞ്ഞുങ്ങളെയാണ് കൂട്ടിച്ചേർക്കുവാൻ കർത്താവ് ഇടയാക്കി തീർത്തത്. ഇന്നിപ്പോ അവരെല്ലാം കർത്താവിന്റെ കുഞ്ഞുങ്ങളായി കഴിയുവാൻ കർത്താവ് ഭാഗ്യം തരുന്നു. ദൈവം ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അവൻ നമ്മെ അനുഗ്രഹിക്കുമെന്നും അവൻ നമുക്ക് സൗഖ്യം തരുമെന്നും അവൻ പാപം മോചിക്കുമെന്നും അവൻ അനേക വീര്യപ്രവർത്തികൾ ചെയ്യുന്ന ദൈവമെന്നും ഞങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കി. ഇപ്പൊ അനേകം അവിടെ കടന്നു വരുന്നുണ്ടോ? അനേക ജീവിതങ്ങൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സുമോളുടെ സാക്ഷ്യം നമുക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സുമോളെ എനിക്ക് കുറെ കാലങ്ങളായിട്ട് പരിചയമുള്ള വ്യക്തിയാണ്. താന് മറ്റുള്ളവരോടൊന്ന് വാ തുറന്ന് സംസാരിക്കാൻ പോലും വളരെ ലജ്ജിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പലപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിട്ട് എങ്ങനെയാണ് സുമോൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥമായ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ കടന്നു വന്നാൽ ദൈവം ഇങ്ങനെ വായിക്കുന്നുണ്ട്, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഏത് വ്യക്തിയായിരുന്നാലും ആ കർത്താവായ യേശുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരികയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്, ഇരുട്ടുള്ളപ്പോൾ 2 സ്ത്രീകൾ കല്ലറയ്ക്കലേക്ക് കടന്നുപോയി. നമുക്ക് കല്ലറയ്ക്കൽ സ്ത്രീകൾക്ക് പകല് പോകാൻ തന്നെ പേടിയാണ്. ഇത് ഇരുട്ടുള്ള സമയത്ത് അവർ യേശുവിന്റെ ശരീരം തപ്പി പോവുകയാണ്. അവരെ അവിടേക്ക് പോകാൻ പ്രേരിപ്പിച്ച ശക്തി അതികഞ്ഞ ദൈവസ്നേഹമായിരുന്നു. ആ ദൈവസ്നേഹം ഭയത്തെ എല്ലാം പുറത്താക്കി കളഞ്ഞു. പിന്നെ ഈ യേശുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ഇതെങ്ങനെ മറ്റുള്ളവരിലേക്ക് പകരണം, ഇത് മറ്റുള്ളവർ അറിയണമല്ലോ. ഞാൻ അനുഭവിക്കുന്ന ഈ സമാധാനവും സന്തോഷവും അതെങ്ങനെ മറ്റുള്ളവർ അനുഭവിക്കുമെന്നുള്ള വലിയൊരു ആവേശമാണ്. അങ്ങനെ കർത്താവ് ബൈബിൾ നാം വായിക്കുമ്പോൾ എവിടെയെല്ലാം ജീവിതങ്ങളെ കർത്താവ് തൊട്ടു, അവരെല്ലാം ഒരു ശമരിയക്കാരത്തിയെ യേശു തൊട്ടതായിട്ട് നാം കാണുന്നുണ്ട്. കിണറ്റിനരികെ പോയി തന്നോട് വെള്ളം കുടിക്കുവാൻ ചോദിച്ചു. എന്നാൽ വെള്ളത്തേക്കാൾ അപ്പുറമായി കർത്താവ് പല കാര്യങ്ങളും അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ അവൾ പറയുകയാണ്, നീ യഹൂദനാണ്, ഞാൻ ശമരിയക്കാരത്തിയാണ് എന്ന് പറഞ്ഞ് പല നിയമങ്ങൾ
അവള് സംസാരിച്ചെങ്കിലും കർത്താവളോട് പറയാ നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ടിരിക്കാൻ. ശമരിയക്കാരത്ത് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല. യേശു അവളുടെ ജീവിതത്തിന്റെ രഹസ്യ അറയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. കർത്താവ് പറഞ്ഞു നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനും ഭർത്താവല്ല. ആ ഒരു വലിയ സത്യം വെളിപ്പെടുത്തിയപ്പോൾ അവൾക്ക് മനസ്സിലായി സാക്ഷാൽ മശിയായ ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നു. അവൾ ആ കർത്താവിന്റെ സ്പർശനം ഏറ്റ ഉടനെ അവള് വെള്ളം കോരാൻ വന്ന ആ പാത്രം അവിടെ ഇട്ടിട്ട് അവൾ ഓടിപ്പോയതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ശമരിയ പട്ടണത്തെ മുഴുവനും അവൾ വിളിച്ചോണ്ട് വരികയാണ്, ഞാനൊരു മശിയായെ കണ്ടു, നിങ്ങൾ അവനെ കണ്ടുമുട്ടണം എന്ന് പറഞ്ഞ് ആ ശമരിയ പട്ടണം മുഴുവൻ യേശുവിലേക്ക് കടന്നു വരുവാൻ ആ ഒരു ശമരിയക്കാരത്തി മുഖാന്തരമായി മാറി. പറഞ്ഞതുപോലെ ഞങ്ങളെ ശ്രവിക്കുന്ന അനേകർ ഈ ദൈവസ്നേഹത്താൽ സ്പർശിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ ജീവിതങ്ങളിൽ പല വിടുതലുകൾ നിങ്ങൾ പ്രാപിച്ചവരാണ്. എന്നാൽ ഒരിക്കലും നാം വിടുതൽ പ്രാപിച്ചിട്ട് അടങ്ങിയിരിക്കുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശു അനേക കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, കുരുടരെ സൗഖ്യമാക്കി. പലയിടത്തും നാം കാണുന്നത് സൗഖ്യം പ്രാപിച്ചിട്ട് അവരങ്ങ് പോയി. എന്നാൽ ചിലർ മാത്രം യേശുവിനോടുകൂടെ സഞ്ചരിച്ചു. നാം നമ്മുടെ ജീവിതങ്ങളിൽ നമ്മളെ സൗഖ്യമാക്കുന്നത്, നമ്മളെ വിടുവിക്കുന്നത്, നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹം പകർന്നു തരുന്നത് യേശു. അത് പ്രാപിച്ചിട്ട് നാം കടന്നു പോകുവാനല്ല, യേശുവിനോടൊപ്പം നമ്മുടെ ജീവിതയാത്ര തുടരുവാനാണ്. ഈ യേശുവിനെ കുറിച്ചുള്ള സുമോള് ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവരോട്, ചില വ്യക്തികളോട് താൻ ഈ ദൈവവചനം പങ്കുവയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പുതിയ കൃപകളാൽ കർത്താവ് നിറച്ചു, കൃപാവരങ്ങളാൽ കർത്താവ് നിറച്ചു. അങ്ങനെ വീട്ടിലിരിക്കാൻ ഇട പോരാതെ വന്നപ്പോൾ ഒരു വലിയ ചർച്ച തന്നെ അവർ പണിതിരിക്കുകയാണ്. അവിടെ ജനം സമൂഹമായി കടന്നു വിടുവിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന അനേക ദൈവ കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങള് ഈ ദൈവസ്നേഹം മനസ്സിലാക്കി ദൈവത്തിന്റെ വിടുതൽ അനുഭവിച്ചിട്ട് നിങ്ങൾ മൗനമായി ഇരിക്കുകയാണോ? കർത്താവിന് നിങ്ങളോട് പറയാനുള്ള ദൂത്, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇനി നമ്മൾ അടങ്ങിയിരിക്കുവാനല്ല, നാം എഴുന്നേറ്റ് കാഹളം ഊതുവാൻ, യേശുവിന്റെ സുവിശേഷം, യേശുവിനെ കുറിച്ചുള്ള സ്നേഹം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാൻ ഒരു വലിയ ദൗത്യം കർത്താവ് നമ്മളെ ഈ അന്ത്യനാളിൽ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് നിശ്ചയമായും കർത്താവെ എന്നെയും ഇതുപോലെ ഉപയോഗിക്കണമേ. എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാപിച്ച വിടുതലുകള്, എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങള് അത് നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ കർത്താവെ, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ എനിക്ക് അതിനുള്ള ഭാഗ്യം തരണമേ എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാവോ? അല്ലെങ്കിൽ നിശ്ചയമായും ദൈവസന്നിധിയിൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നാം അറിഞ്ഞ സത്യം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാനാണ് നമ്മുടെ കണ്ണുകളെ കർത്താവ് തുറന്നത്. ഈ അന്ത്യനാളുകളിൽ യേശുവിന്റെ വരവ് ഏറ്റവും സമീപമായി. നാം നമ്മുടെ കണ്ണുകൾ ചുറ്റുപാടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. പത്രവാർത്തയിൽ ഇങ്ങനെ കാണുവാനിടയായി തീർന്നു, 1,65,000-ൽ പരം ആളുകൾ കേരളക്കരയിൽ ആശുപത്രികളിലാണെന്ന്. ഇതുപോലെയൊരു പ്ലേഗ് നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. എവിടെ നോക്കിയാലും വെള്ളപ്പൊക്കം, അതുപോലെ നാശനഷ്ടങ്ങൾ, ഗ്ലോബൽ വാർമിംഗ്, ഇതെല്ലാം എന്തിനെ വിളിച്ചറിയിക്കുന്നു? നമ്മുടെ യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവെ നീ മടങ്ങി വരുമെന്ന് പറയുന്നല്ലോ, എന്നാൽ ആ മടങ്ങി വരവിന്റെ ലക്ഷണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അവിടെ യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, പകർച്ചവ്യാധികൾ, ഇങ്ങനെ കർത്താവ് പറഞ്ഞ ഓരോ കാര്യങ്ങളും അക്ഷരികമായി നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് യേശു ക്രിസ്തു വരുവാൻ സമയമായി. അവൻ ഇങ്ങ് വാതിൽക്കൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഈ അന്ത്യനാളുകളിൽ യേശുവിനെ അറിയാത്ത ജീവിതങ്ങൾ, അവൻ നമ്മുടെ രക്ഷകനാണ്, ലോകരക്ഷകനാണ്, ഒരു കൂട്ടരുടെ അല്ല, ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, എല്ലാരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. അഖില ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയുടെ മധ്യസ്ഥാനത്ത് 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് എല്ലാവർക്കും വേണ്ടി ഊറ്റിയൊഴിച്ച് യാഗമായി തീർന്നവൻ ആ യേശുവിനെ നമുക്ക് രക്ഷകനായി സ്വീകരിക്കാം. നമ്മുടെ രക്ഷകനെ നാം ക്രിസ്തുവിൽ കണ്ടുമുട്ടുന്നു. നമ്മുടെ മതങ്ങൾക്ക്, ഹൈന്ദവ മതത്തിനോ ക്രിസ്തീയ മതത്തിനോ ഇതര മതങ്ങൾക്കൊന്നും നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. നമുക്കെല്ലാവർക്കും രക്ഷകനെയാണ് ആവശ്യം. ആ രക്ഷകനെയാണ് നാം ക്രിസ്തുവിൽ കണ്ടുമുട്ടുന്നത്. ആ കർത്താവിലേക്ക് നമുക്ക് കടന്നു വരാം. യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എന്നെ നിന്റെ പൈതലാക്കി മാറ്റണമേ. കർത്താവേ, അതിനായി ഞാൻ എന്റെ ഹൃദയവാതിൽ തുറന്നു തരുന്നു. നിനക്ക് വേണ്ടി ജീവിക്കുവാൻ നിന്റെ വരവെങ്കിൽ കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ജീവനോടുള്ള നാം നൊടിയിടയിൽ, കണ്ണുവെക്കുന്നതിനിടയിൽ
അവനോടുകൂടെ ചേർക്കപ്പെടും എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. ആ സമയത്ത് നാം തള്ളപ്പെട്ടു പോകാൻ ഇടവരരുത്. ഈ ദിവസങ്ങളിൽ ഒന്നിൽ തന്നെ കാഹളം ധ്വനിച്ചെന്നിരിക്കും. അപ്പോൾ അവന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുവാൻ നമുക്ക് സാധ്യമാകുമോ? നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി ഒന്ന് ചിന്തിക്കൂ. ഞാൻ അതിന് ഒരുക്കമാണോ? യേശു വരുമ്പോൾ തന്നോടുകൂടെ എടുക്കപ്പെടുവാൻ ഞാൻ ഒരുക്കമാണോ? ആരെ കൊണ്ടുപോകാനാണ് കർത്താവ് വരുന്നത്? ഏത് മതത്തിലുള്ളവരും നോക്കി കൊണ്ടുപോകാനല്ല, തന്റെ രക്തത്താൽ കൈകൾ പ്രാപിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് ഒരുക്കത്തോടെ നിഷ്കളങ്കരായി വാട്ടവും മാലിന്യവും കറയും കളങ്കവുമില്ലാതെ ഇരിക്കുന്ന ഒരു മണവാട്ടിയെ കൊണ്ടുപോകാനാണ് യേശുവാകുന്ന മണവാളൻ മധ്യാകാശത്തിൽ വെളിപ്പെടുവാൻ പോകുന്നത്. അതുകൊണ്ട് ആ യേശുവിന്റെ വരവിന് വേണ്ടി ഈ നാളിൽ ഒരുങ്ങാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സുമോക്ക് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തോട് പറയുവാനുള്ളത്, രക്ഷിക്കപ്പെടാതെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഈ ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹവും നിങ്ങൾ ചിന്തിക്കുന്നു. ഞങ്ങൾ ഒരു കാലത്ത് പള്ളിമുറ്റത്ത് കിടന്ന ഞങ്ങളെ കർത്താവ് സ്നേഹിച്ചു, അവൻ വീണ്ടെടുത്തു, അവന്റെ രക്തത്താൽ ഞങ്ങളെ മുദ്രയിട്ടു, അവന്റെ അവകാശികളാക്കി തീർത്തതുപോലെ നിങ്ങൾക്കും ഒരു സമയത്ത് നിത്യമായ രാജ്യത്തിൽ കടന്നു ചെല്ലുവാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച് ഒരു സഭയോട് ചേർന്ന് ആരാധിച്ച് മുന്നേറുവാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുമെങ്കിൽ കർത്താവിന് കൊള്ളാവുന്ന പാനപാത്രമാക്കി അവൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയും അവന്റെ രാജ്യത്തിൽ നിങ്ങൾക്ക് അവകാശം തരികയും ചെയ്യും. അപ്രകാരമായി തീരുവാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു ജീവിതമായാലും ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിങ്ങൾക്ക് വിടുതലാണ്. അതോടൊപ്പം തന്നെ രോഗികളായ ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ സാക്ഷ്യം നിങ്ങൾക്കും വിടുതലായിത്തീരും. ഏത് രോഗത്തെയും സൗഖ്യമാക്കുന്ന എൻ്റെ കർത്താവിൻ്റെ കരം, ആണിപ്പഴുതുള്ള കരം തൊട്ട് അവൻ നിങ്ങളെ സൗഖ്യമാക്കുക തന്നെ ചെയ്യും. വലിയൊരു ക്യാൻസർ എന്ന രോഗത്തിൽ നിന്ന് എന്നെ വിടുവിച്ചവനായ ദൈവം നിങ്ങളെയും വിടുവിപ്പാൻ ശക്തനാണ്. കർത്താവിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ നാം ഒരുങ്ങുമ്പോൾ അവൻ്റെ കരം വെച്ച് നമ്മെ അനുഗ്രഹിക്കുകയും നമ്മുടെ തലമുറയ്ക്ക് അത് അനുഗ്രഹമായി തീരുകയും ചെയ്യും. തിന്മകൾ ചെയ്യാതെ നന്മകൾ ചെയ്തുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഓരോ നിമിഷവും നീ ഞാനും യാത്ര ചെയ്യുമെങ്കിൽ അത് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരും. വിശുദ്ധ വചനം വായിക്കുക മാത്രമല്ല, വചനത്തിന് പൊരുളുകൾ തിരിച്ച് മനസ്സിലാക്കുവാൻ മുൻപോട്ട് നീങ്ങുമെങ്കിൽ ജീവിതത്തിൽ അത് അനുഗ്രഹമാണ്. സുമോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതം നമുക്ക് പാപമാണെങ്കിലും രോഗമാണെങ്കിലും അതിനെല്ലാം പരിഹാരിയായ കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ നിർമ്മിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ അപേക്ഷകളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം ബെതസ്ദ കമ്മ്യൂണിക്കേഷൻസ്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗാഡ്, ചിങ്ങവനം, കോട്ടയം. ഫോൺ നമ്പർ 243-0329, mobile 9447578-202. Next week, same time, വീണ്ടും കാണാം.